ഹലോ ഫ്രണ്ട്സ്, പ്രിയപ്പെട്ട പ്രവാസികളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു. ഞാനിന്ന് പൊതുവായിട്ട് നമ്മളെ നാട്ടിൽ പ്രത്യേകിച്ച് പ്രവാസി ഭാര്യമാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അതായത് നമ്മളെ പ്രവാസി ഭാര്യമാർ പലപ്പോഴായിട്ട് നമ്മൾ മാസത്തിൽ ക്യാഷ് അയച്ചു കൊടുക്കാറുണ്ട് ചിലവിന്. അതുപോലെ തന്നെ അത് കഴിഞ്ഞും ചില ഭാര്യമാരൊക്കെ അല്ലെങ്കിൽ ചില വീട്ടുകാരൊക്കെ പല ആവശ്യങ്ങൾക്കായി നമ്മളോട് ക്യാഷ് ആവശ്യപ്പെടാറുണ്ട്. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മൾ അത് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ എല്ലാ സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നില്ല. അതുപോലെ തന്നെ നിലവിലെ മൊത്തത്തിലുള്ള പശ്ചിമേഷ്യൻ സാഹചര്യത്തിലൊക്കെ നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് തീർച്ചയായും മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതായത് നിലവിൽ ജോലിയുടെ സാഹചര്യം ഈ രൂപത്തിലാണ് പോകുന്നത്. കച്ചവടങ്ങളാണെങ്കിൽ കച്ചവടത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി ഭാര്യമാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും ഒക്കെ പല ആളുകളും പ്രത്യേകിച്ച് നമ്മളൊക്കെ വീട്ടുകളിൽ ഒരു തുണിക്കട തുടങ്ങാൻ മാത്രം ഡ്രസ്സ് പല അലമാരകളിലും ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു പരിപാടിക്ക് ഇട്ട ഡ്രസ്സ് മറ്റൊരു പരിപാടിക്ക് ഇടാറില്ല. അപ്പോൾ അതിന് പുതിയത് വേണം, അടുത്ത പരിപാടിക്ക് പുതിയത് വേണം, അതിൻ്റെ പിറ്റത്തെ പരിപാടിക്ക് പുതിയത് വേണം. ഇങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും എന്ത് ചെയ്യാണ്, ചില ആളുകളൊക്കെ ക്യാഷ് അനാവശ്യമായി ചെലവഴിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് മേക്കപ്പ് പ്രൊഡക്റ്റുകൾക്കും അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറിൻ്റെ ആവശ്യങ്ങൾക്കും ഇങ്ങനെയൊക്കെ അനാവശ്യമായ ധൂർത്ത് എന്ന് പറയാൻ പറ്റിയ രൂപത്തിൽ പല ഭാര്യമാരും ക്യാഷ് ചിലവഴിക്കാറുണ്ട്. ഇതിന് തീർച്ചയായും നമ്മൾ തടയിടണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മളൊരു നിയന്ത്രണം വെക്കാൻ അവരോട് ആവശ്യപ്പെടണം. അതായത് നമ്മളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചിലവഴിക്കാൻ അവരെ അല്ലെങ്കിൽ നമ്മളെ മക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പ്രാപ്തരാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അത് ഈ സമയത്ത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ഇപ്പോൾ സാധിച്ചില്ലെങ്കിൽ, കാരണം ഇപ്പോഴത്തെ ഈ പശ്ചിമേഷ്യൻ സാഹചര്യത്തിലൊക്കെ നമുക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ പിന്നൊരവസരത്തിൽ നമുക്കത് സാധിക്കും തോന്നുന്നില്ല. ഇപ്പോൾ ഏറ്റവും പ്രയാസങ്ങൾ എല്ലാവരും, പ്രത്യേകിച്ച് എല്ലാ മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും അതിൻ്റേതായ ചെറുതോ വലുതോ ആയ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സാഹചര്യം ഏറ്റവും ബെസ്റ്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ ചില പ്രവാസി ഭാര്യമാരോട് നമ്മൾ ഫോണ് വിളിച്ചാൽ അവർക്ക് പറയാനുണ്ടാകുക ബാധ്യതകളുടെ ലിസ്റ്റായിരിക്കും. അവിടെ കൊടുക്കാനുണ്ട്, ഇവിടെ കൊടുക്കാനുണ്ട്, അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട് എന്നൊക്കെ ആയിരിക്കും. ഇത് തീർച്ചയായിട്ടും പല പ്രവാസികളെയും, എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളുടെ ഭാര്യമാരോടാണ് ഞാൻ പറയുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പക്ഷേ അദ്ദേഹത്തെ വെറുപ്പിക്കാൻ വേണ്ടി പറയുന്നതാകൂല, പക്ഷെ ഇത് കേൾക്കുന്ന വ്യക്തി നിങ്ങളോട് സ്നേഹത്തിൽ അല്പസമയം ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ, ഒരുപാട് ജോലി തിരക്കുകൾക്കിടയിൽ ശരീരമൊക്കെ ക്ഷീണിച്ച് മനസ്സൊക്കെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരല്പം ആശ്വാസത്തിന് വേണ്ടി, ഒരു സമാധാനത്തിന് വേണ്ടി, ഒരു നല്ല വാക്ക് കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളെ വാക്ക് കേൾക്കുമ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ പ്രവാസി ഭർത്താക്കന്മാർ നിങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ രൂപത്തിൽ ഒരു കാരണവശാലും ഈ ബാധ്യതകളുടെ കെട്ടുമാറാപ്പം അവർക്ക് മുന്നിൽ അയക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അവരോട് പറഞ്ഞോളൂ, നിങ്ങൾക്ക് വാട്സപ്പിൽ സംസാരിക്കാമല്ലോ, നിങ്ങൾ പറഞ്ഞോളൂ ഇങ്ങനെ ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇവർ ഈ വിളിക്കണ സമയം നോക്കിയിട്ട് നിങ്ങൾ പറയാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ ഈ പ്രവാസി സുഹൃത്തുക്കളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പരിപാടി ഉണ്ടാവുമ്പോൾ നിങ്ങളെ വിളിക്കും. ആ പരിപാടിയിലേക്ക് അവർക്ക് പങ്കെടുക്കാൻ പറ്റാതെ ആ ഒരു മാനസിക വിഷമത്തിൽ ക്യാഷും കാര്യങ്ങളൊക്കെ അയച്ചു തന്ന് ആ പരിപാടി മാക്സിമം ഭംഗിയാക്കാൻ എല്ലാവിധ സപ്പോർട്ടും തന്നിട്ട് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ചില സമയത്ത് നമ്മളെ പ്രവാസി ഭർത്താക്കന്മാർ നിങ്ങളെ വിളിക്കും. അപ്പോൾ ചില ആളുകൾക്ക് സംസാരിക്കാൻ സമയം ഉണ്ടാവില്ല. നിങ്ങൾ പിന്നെ വിളിക്കുക, അത് പിന്നെ സംസാരിക്കാം. അദ്ദേഹത്തിന് അവിടെ നടക്കുന്ന വിവരങ്ങളും വിശേഷങ്ങളും അറിയാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട്, പങ്കെടുക്കാൻ പറ്റാത്ത പ്രയാസം കൊണ്ട് ഒരു ഫോൺ കോളിലൂടെ എങ്കിലും അവിടുത്തെ കാര്യങ്ങളിൽ ചേർന്ന് ആ സന്തോഷത്തിലൊന്ന് പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വിളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ചില ഭാര്യമാർക്കുള്ള സ്വഭാവമാണ്
ഈ പരിപാടി സമയത്തൊക്കെ ഭർത്താക്കന്മാർ വിളിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് പോലും സംസാരിക്കാൻ ഇവരാരും തയ്യാറാകൂല. ഒരു 5 മിനിറ്റ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എന്നോട് പല ആളുകളും ഷെയർ ചെയ്ത വിഷയങ്ങളാണ്. അതുപോലെ തന്നെ പല ആളുകളുടെ ജീവിതത്തിൽ നിന്നും ഞാൻ കേട്ടറിഞ്ഞ വിഷയങ്ങളൊക്കെയാണ് ഈ സംസാരിക്കണത്. അത്രത്തോളം പ്രയാസം ഉണ്ടാവും അവർക്കൊക്കെ. ഞാൻ പിന്നെ കൗൺസിലിംഗ് സൈക്കോളജി കഴിഞ്ഞ സമയത്ത് ഒരുപാട് കേസ് സ്റ്റഡീൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ സാറ് ഞങ്ങൾക്ക് ഒരുപാട് റെഫറൽസ് തരുമായിരുന്നു. അപ്പം അങ്ങനെ ആ സമയത്തും അതുപോലെ തന്നെ പ്രവാസ ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം നമ്മളെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. അല്ലെങ്കിൽ അവരുടെയൊക്കെ വിഷമങ്ങളും അനുഭവങ്ങളും അവർ പറയുമ്പോൾ അതാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പങ്കുവെക്കുന്നത്. അപ്പോൾ അവർക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളെ വിളിച്ച് അവിടുത്തെ വിവരങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവരോട് മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നാടുകളിൽ ഒരുപാട് ഈ ഓൺലൈൻ മജ്ലിസുകൾ അധികരിച്ചു വരികയാണ്. ഓൺലൈൻ മജ്ലിസുകൾ തട്ടിയിട്ടും മുട്ടിയിട്ടും നടക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അതിൽ തട്ടിപ്പുകാരുണ്ട്, നല്ല ആൾക്കാരുണ്ട്. ഞാൻ ഈ 2 ടീമിനെ ഇപ്പോൾ കുറ്റം പറയുന്നില്ല, അവരെക്കുറിച്ച് പിന്നീട് നമുക്ക് സംസാരിക്കാനുണ്ട്. എൻ്റെ പ്രവാസി സുഹൃത്തുക്കളുടെ ഭാര്യമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഓൺലൈൻ മജ്ലിസിൽ അടയിരിക്കലൊന്നുമല്ല യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു പ്രധാന ഉത്തരവാദിത്വം. നിങ്ങളുടെ ഭർത്താവ് കഷ്ടപ്പെട്ട് ഈ വേർത്തൊലിച്ച് ഒരു സമാധാനത്തിനും സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ അവർക്കൊരു സാന്ത്വനം നൽകുക, അവർക്കൊരു ആശ്വാസം നൽകുക, അവരെ സന്തോഷിപ്പിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നാട്ടിൽ 1,900 മജ്ലിസുകൾ ഉണ്ടെങ്കിൽ അതിലെല്ലാത്തിലും തലട്ട് കുത്തിർക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമൊന്നുമല്ല. അങ്ങനെ ഒരു നിർബന്ധമില്ല. ഒരു മജ്ലിസും സ്ഥിരമായിട്ട് പങ്കെടുക്കണം ഒരു നിർബന്ധമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ ഭർത്താവിനെ സന്തോഷിപ്പിക്കലാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്.